യേശുനാഥന് വില നൽകുകയും യേശുനാഥൻ വില നൽകുകയും ചെയ്യുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. പാപിനിയായവൾ കണ്ണീരുകൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ച് വിലപിടിപ്പുള്ള തൈലം കൊണ്ട് അവൻ്റെ ശിരസ് പൂശുകയും ചെയ്യുന്നു. ഈ സുവിശേഷ ഭാഗത്തിൽ 2 കടക്കാരുടെ ഉപമ കൂടി കർത്താവ് പറയുന്നത് കൊണ്ട് 2 കടക്കാരുടെ ഉപമയെന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഒന്നാമതായി ആ സ്ത്രീയുടെ സ്നേഹമാണ്, അഥവാ ആ സ്ത്രീക്ക് ലഭിച്ച സ്നേഹമാണ്. സ്ത്രീയുടെ സ്നേഹം അവളിൽ ഉള്ള പാപത്തെക്കുറിച്ചുള്ള അനുതാപത്തിൽ നിന്നും അവളുടെ കണ്ണിലേക്ക് നിറഞ്ഞു വന്ന കണ്ണീരുകൊണ്ട് കഴുകപ്പെട്ട സ്നേഹമാണ്. ദൈവം ആഗ്രഹിക്കുന്ന പാപക്ഷാളനത്തിൻ്റെ സ്നേഹമായിരുന്നു അത്. ഒരർത്ഥത്തിൽ കർത്താവായ യേശുനാഥൻ അവളുടെ ഹൃദയത്തിലും ശരീരത്തിലുമുള്ള പാപത്തെ കഴുകി വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിച്ചത് അവളുടെ ഹൃദയത്തിലെ അനുതാപത്താൽ, അവൾക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ, വിശ്വാസത്താൽ, അവളുടെ പ്രവൃത്തിയാൽ തന്നെ അവളിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത്, അവൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും സമ്പന്നർക്ക് മാത്രം ഉള്ള ആ തൈലം അവൾ കർത്താവിൻ്റെ ശിരസിലേക്ക് പൂശുകയാണ് ചെയ്യുന്നത്. അവളുടെ ലോകത്തിൻ്റെ സമ്പത്തും അവൾ കർത്താവിന് വേണ്ടി നൽകുന്നു എന്നതിൻ്റെ സൂചനയാണത്. മൂന്നാമതായി, അവൾക്ക് ദൈവത്തോടുള്ള സ്നേഹം ക്രിസ്തുവിൽ അവൾ സമ്പൂർണമായും പ്രകടമാക്കുന്നു. യേശുവിനോടുള്ള അവളുടെ അതിരുകടന്ന സ്നേഹം അവൻ്റെ അനുകമ്പയുടെയും ക്ഷമയുടെയും പ്രതികരണത്തിന് നിദാനമാണ്. അവളുടെ പ്രവൃത്തിക്ക് മറുപടിയായി ക്രിസ്തുവിൻ്റെ അനുകമ്പ അവളിലേക്ക് ചൊരിയപ്പെട്ടു. അവരുടെ ബന്ധത്തിന് മറുപടിയായി അവൾ അവനോടുള്ള സ്നേഹം യേശുവിലേക്ക് പകരുകയായിരുന്നു ചെയ്തത്. രണ്ടാമതായി, ഫരിസേയനായ ശിമയോൻ അവിടെ യേശുവിനെയും പാപിനിയായവളെയും വീക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ശിമയോന് യേശുവിന് അവളോടും അവൾക്ക് യേശുവിനോടുമുള്ള യാതൊന്നും മനസ്സിലായില്ല. ശിമയോൻ്റെ ചിന്തയിൽ നിന്നും ബുദ്ധിയിൽ നിന്നും അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ കർത്താവ് ശിമയോന് ഒരു ദിവ്യപ്രകാശം പകർന്നു കൊടുക്കുവാൻ വേണ്ടി 2 കടക്കാരുടെ ഉപമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൂടുതൽ ഇളവ് ചെയ്ത് നൽകപ്പെട്ടവൻ കൂടുതൽ യജമാനനെ സ്നേഹിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുനാഥൻ അവൾക്ക് ഇളവ് ചെയ്തു കൊടുത്ത കൂടുതലായ പാപങ്ങൾ, അധികമായ പാപങ്ങൾ നിമിത്തം അവൾ യേശുവിനെ അധികമായി സ്നേഹിക്കുന്നവളായി മാറി എന്ന് ശിമയോന് കർത്താവ് പ്രകാശം നൽകുകയാണ്. മൂന്നാമതായി, ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും സ്വീകാര്യതയും. കർത്താവായ യേശുനാഥന് അവളോട് തോന്നിയ കരുണ അത് ദൈവീക സമ്പൂർണതയായിരുന്നു. ക്രിസ്തു ദൈവമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. കർത്താവായ യേശുനാഥൻ അവളോട് ക്ഷമാപൂർവം പ്രവർത്തിച്ചു. അവളുടെ പാപങ്ങൾ സമ്പൂർണമായും കർത്താവ് ക്ഷമിച്ചു. മൂന്നാമത്, കർത്താവ് അവളെ തൻ്റെ ഹൃദയത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് സ്വീകരിച്ചു. അവൾ ചെയ്ത 3 പ്രവർത്തികളെ കർത്താവ് എടുത്ത് പറയുന്നുണ്ട്. കർത്താവിൻ്റെ പാദം അവൾ കണ്ണീർ കൊണ്ട് കഴുകി. അടിമകൾ മാത്രം ചെയ്യുന്ന പ്രവൃത്തിയെ അതിലും എളിമപ്പെട്ടുകൊണ്ട് അവൾ കണ്ണീരുകൊണ്ട് കഴുകി ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും വലിയ സമ്പൂർണ്ണ എളിമയുടെ പാത്രമായി തീർന്നു. രണ്ടാമത്, അവൾ തൈലം കൊണ്ട് കർത്താവിൻ്റെ ശിരസ് പൂശി. അവളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് നൽകാവുന്ന ഏറ്റവും വലിയ ബഹുമതി അവൾ കർത്താവിന് നൽകുകയാണ്. മൂന്നാമതായി, അവൾ അവൻ്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ടേയിരുന്നു. ക്രിസ്തുവിനോടുള്ള, ദൈവത്തോടുള്ള അവളുടെ സമ്പൂർണമായ സ്നേഹത്തിൻ്റെ, അയോഗ്യത നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹത്തിൻ്റെ സമ്പൂർണമായ പ്രകടനമായിരുന്നു അത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ക്രിസ്തു ബന്ധത്തിലേക്ക് നിന്നെ ചേർത്ത് നിർത്തുന്നത് ഈ 3 സത്യങ്ങൾ തന്നെയാണ് എന്ന ബോധ്യം, തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്നിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.